ശ്രീ ഡോക്ടർ പി എസ് മഹേന്ദ്രൻ, ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അങ്ങ് ഹർജിയുമായി പോയ ആളാണ്. അതിൽ സുപ്രീം കോടതി പറയുന്നത് അങ്ങനെ ഒരൊറ്റ ദിവസം നടത്തുന്ന സംഗമത്തിന്റെ പേരിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. എന്തായിരുന്നു പിന്നെ അങ്ങയുടെ ആശങ്ക? ആദ്യം എന്തുകൊണ്ട് എപ്പോഴാണത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാനുണ്ടായ സാഹചര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കതിലേക്ക് വരാം. ഞാൻ ആദ്യമായിട്ടല്ല കോടതിയിൽ ഇത്തരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ചെയ്യുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ ശബരിമലയിൽ ഉണ്ടാക്കുന്ന അരവണ ദേവന് നിവേദിക്കാതെ പ്രസാദം എന്ന പേരിൽ ദേവന് നിവേദിക്കാതെ പ്രസാദം എന്ന പേരിൽ പാക്ക് ചെയ്യുന്നതിനെതിരെ ഹർജി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 4-5 വ്യവഹാരങ്ങൾ ഹൈക്കോടതിയിൽ നടത്തുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തികച്ചും നിയമവിരുദ്ധമായ പല കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നും ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ഞാൻ കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തില്ല. കാരണം സ്ഥിരം ഒരു കക്ഷി ആകണ്ട, സ്ഥിരമായിട്ടൊരു മുഖമായി കോടതികളിൽ ഇങ്ങനെ കയറേണ്ട കാര്യമില്ല. ഞാനൊരു സാധാരണക്കാരനാണ് എന്നുള്ളത് കൊണ്ടും എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ടും ഞാനങ്ങനെ ഫയൽ ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിലും 4 കക്ഷികളുടെ കേസ് ഉള്ളത് കൊണ്ട് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുമെന്ന് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ വെള്ളിയാഴ്ച 4 ഹർജിയും തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിറക്കുന്നു. അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് വായിച്ച സമയത്ത് അതിൽ ഒരു 24-25 ഇങ്ങനെ ചില പോയിന്റുകളിൽ സംശയം തോന്നി. സംശയം എന്ന് വെച്ചാൽ സംശയം എന്നുള്ളതല്ല, അതിനകത്ത് ചില മുൻകാല വിധികൾക്ക് വിപരീതമായിട്ടുള്ള ചില എഴുത്തുകൾ അതിനകത്ത് ജഡ്ജ്മെൻറ്റിൽ കണ്ടു. പ്രത്യേകിച്ചും 2022 ജൂണിൽ ഒരു കേരള ഹൈക്കോടതി തന്നെ ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഒരു നന്ദകിഷോർ ബജോരിയ ചാരിറ്റബിൾ ട്രസ്റ്റ്, ആ സംഘടന 2022 ഫെബ്രുവരിയിൽ ദേവസ്വത്തിൽ നിന്ന് അനുമതി വാങ്ങിക്കൊണ്ട് തന്നെ പമ്പാമണപ്പുറത്ത് ഒരു രാമകഥ എന്ന പേരിൽ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. അതിനു വേണ്ടിയിട്ട് ടെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിച്ച സമയത്ത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ പരിപാടി റദ്ദ് ചെയ്തുകൊണ്ടും ആ ടെൻറ്റുകൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവ് 2022 ജൂണിൽ പുറപ്പെടുവിക്കുകയും ചെയ്തു. അന്ന് ഈ പമ്പാ മണപ്പുറത്തുള്ള ടെൻറ്റുകൾ പൊളിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാരാണെന്നിരിക്കെ അതിൽ നിന്ന് വിലക്കപ്പെട്ടത് ദേവസ്വം ബോർഡാണെന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായിട്ടുള്ള പ്രത്യേകിച്ചും വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഉത്തരവുകൾ സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും ഇങ്ങനെ ഉത്തരവ് നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനൊരു പരിപാടി, മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ എന്തെങ്കിലും ഒരു ആഘോഷം നടത്തണം, ഒരു വാർഷികം നടത്തണമെന്നുണ്ടെങ്കിൽ നന്തൻകോട്ട അവരുടെ ആസ്ഥാനത്തിനടുത്ത് ഒരുപാട് ഓഡിറ്റോറിയങ്ങളുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് കാര്യവട്ടം ഉൾപ്പെടുന്ന അനേകം സ്റ്റേഡിയങ്ങളുണ്ട്. 3000 പേരല്ല 50,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പരിപാടി നടത്താൻ പറ്റും. പക്ഷേ ഇത് 2018-19 കാലഘട്ടത്തിൽ ഹിന്ദു മനസാക്ഷിക്ക് മുറിവേൽപ്പിച്ച ചില സംഭവങ്ങൾ ശബരിമലയിൽ അരങ്ങേറിയത് വരുന്ന ഇലക്ഷന് മുമ്പ് അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നെയാണ് എന്നൊരു രാഷ്ട്രീയ വിഷയം കൂടിയുണ്ട്. പക്ഷേ അതൊന്നുമല്ല എന്നെ ഈ വിഷയത്തിൽ ഇടപെടുത്തിയത് ഇടപെടുത്തിയത് അത് അക്കാരണം കൊണ്ടല്ല. എനിക്ക് രാഷ്ട്രീയപരമായ ധാരണയുണ്ട്, അതുകൊണ്ടല്ല ഞാൻ കേസിന് പോയത്. കേസിന് പോകാനുള്ള കാരണം ഈ പലപ്പോഴും കോടതികളിൽ ഒരു കേസ് എത്തുമ്പോഴും വ്യക്തമായി വാദിക്കേണ്ട വിഷയങ്ങൾ എന്താ പറയേണ്ട അഫിഡവിറ്റിൽ ഉണ്ടായിരുന്നാലും അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ പരിമിതമായ സമയം കൊണ്ടായിരിക്കാം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ 2022 ജൂണിലുള്ള ഹൈക്കോടതിയുടെ വിധിക്ക് ഘടകവിരുദ്ധമായിട്ടൊരു വിധി നിലവിലെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിപ്പിക്കുന്നതിലൊരു സംശയമുണ്ട്. അപ്പോൾ ഇത്തവണത്തേക്ക് ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ, ഇത്തവണത്തേക്ക് ഇത് നിങ്ങൾ നടത്തിക്കോളൂ, ഇനി ആവർത്തിക്കരുത് എന്നൊരു ധ്വനിയിലാണ്. ആവർത്തിക്കരുതെന്നല്ല, ഇത് നടത്താൻ സർക്കാരിന് അവകാശമുണ്ടോ എന്നുള്ളത് ഹൈക്കോടതി പരിഗണിക്കട്ടെ. അത് അങ്ങനെയല്ല. അത് ഞാനിപ്പോൾ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ പറ്റിയല്ല പറഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച ഹൈക്കോടതി ഉത്തരവിലെ ആ 24-25 പോയിന്റുകൾ വേണമെങ്കിൽ ഞാൻ തരാം. അതിൽ പറയുന്നത് നമുക്ക് ഇതിനെ എന്താ പറയേണ്ടത്, ഇതിൽ ഇടപെടേണ്ട വിഷയങ്ങളൊന്നുമില്ല, തൽക്കാലം ഇതിങ്ങനെ നടക്കട്ടെ എന്നുള്ള ഒരു ധ്വനിയിൽ ആ വരി വായിച്ചപ്പോൾ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഹർജിക്കാരനായത് പോയത്. അതായത് ഒരു തവണ നിങ്ങൾ കൊലപാതകം ചെയ്തോ, ഇത്തവണത്തേക്ക് ചെയ്തോ, മേലിൽ ചെയ്യരുത് എന്ന് പറയുന്നത് പോലൊരു ധ്വനിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി പറഞ്ഞതും ഇത്തവണ നടത്തും, ഇനിയുള്ളത് വേണമെങ്കിൽ പറയട്ടെ. അതിനുള്ള കാരണമുണ്ട്. സുപ്രീം കോടതി ഒന്ന് ഈ ശബരിമലയിലെ ആചാരപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ ശബരിമലയുടെ പ്രത്യേകതകളോ ശരിക്കും ബോധ്യപ്പെട്ടിട്ടാണ് ഇത് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോടതി ലക്ഷ്യം ആകാതിരിക്കാൻ വാക്കുകൾ നിയന്ത്രിച്ച് പറയുകയാണ്. എന്തായാലും കേവലം 8 മിനിറ്റ് മാത്രമാണ് ഇന്നത്തെ വാദം ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് നടന്ന വാദം തന്നെ 10-25 മിനിറ്റ് വേറൊരു ഐറ്റം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ധരിച്ചു നമുക്ക് അത്രയും സംസാരിക്കാനുള്ള സമയം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ടായില്ല. കേവലം യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾ എടുത്ത് സുപ്രീം കോടതി വാദം കേട്ട് വന്ന വിധി പോലും ആചാരം മനസ്സിലാക്കാതെയാണ് വന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയ ബോധ്യം കൂടെ അങ്ങേക്കുണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടും 8 മിനിറ്റ് എടുത്ത വാദത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാനേ സാധ്യതയുള്ളൂ.